കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ലത്തീൻ സഭ രംഗത്ത്. ലത്തീൻ സമുദായത്തിൽപ്പെട്ടവർ മേയർ ആകണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയാണ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. ജയിച്ചു വന്ന കോൺഗ്രസ് കൗൺസിലർമാരിൽ നിരവധി സമുദായ അംഗങ്ങൾ ഉള്ളതിനാലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് കൗൺസിൽ വ്യക്തമാക്കുന്നു. ലത്തീൻ സഭയിൽപ്പെടാത്ത ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയർ ആകുമെന്ന വാർത്തകൾ സജീവമാകുന്നതിനിടെയാണ് സഭയുടെ ഈ നീക്കം. ബീന റാണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബിന, സഭയുടെ ഈ നീക്കം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയല്ലേ? തീർച്ചയായും രോഹിണി, ഇന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് അതിനവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനമായും ലത്തീൻ സമുദായാംഗങ്ങൾ കൂടുതലുള്ള ഒരു മേഖലയാണ് കൊച്ചി. ഒപ്പം തന്നെ ഇത്തവണ ജയിച്ചതിൽ 76 കൗൺസിലർമാരുള്ളതിൽ കൂടുതൽ പേരും ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരു മേയർ, വനിതാ സംവരണമാണ് ഇത്തവണ, വനിതാ മേയർ ലത്തീൻ സമുദായത്തിൽ നിന്ന് തന്നെ വേണമെന്ന ഒരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിർദ്ദേശം സംഘടന രാഷ്ട്രീയ നേതാക്കളെ അറിയിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളിലേക്ക് മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ദീപ്തി മേരി വർഗീസ് ആയിരിക്കും, അതായത് സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് KPCC ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ നല്ല സംഘടനാ പ്രവർത്തന പരിചയവുമുള്ള ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ എന്ന രീതിയിൽ പ്രചരണം ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ദീപ്തി മേരി വർഗീസിനെ ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടിയാണ് പല സ്ഥലങ്ങളിലും പ്രചരണം തന്നെ നടന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലത്തീൻ സഭ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലത്തീൻ സഭ ഉദ്ദേശിക്കുന്നത് നിലവിൽ 3 പേരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതെന്നാണ് അറിയുന്നത്. അതായത് പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച VK മിനിമോളും, ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഷൈനി മാത്യുവും, ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസും. ഈ 3 സ്ഥാനാർത്ഥികളിൽ 2 പേർ, VK മിനിമോളും ഷൈനി മാത്യുവുമാണ് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളത്. ഇവരെ ഉദ്ദേശിച്ചാണ് സഭ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് വേണം കരുതാൻ. ഇവരിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. എന്തായാലും ലത്തീൻ സഭ അവരുടെ താല്പര്യം, ഇല്ലെങ്കിൽ അവരുടെ പരിഗണന മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതായത് കൂടുതൽ സമുദായാംഗങ്ങൾ കൊച്ചിയിൽ നിന്ന് ലത്തീൻ സമുദായത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പരിഗണന നൽകണം, അങ്ങനെ ഒരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നു. അതേസമയം ഈ ആവശ്യങ്ങൾ പാർട്ടി നേതൃത്വം അംഗീകരിച്ചതായി അറിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശത്തെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ, ഇല്ലെങ്കിൽ ആരെങ്കിലും മേയർ ആകുന്നു എന്ന രീതിയിലുള്ള പ്രചരണവും മറ്റും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ജാതി നോക്കിയല്ല ഇപ്പോൾ എന്തായാലും മേയറെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. എന്തായാലും KPCC നിരീക്ഷകർ എത്തിയതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച വ്യക്തത കൈവരൂ. ലത്തീൻ സഭ ദീപ്തി മേരി വർഗീസിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അതേസമയം നല്ല സംഘടനാ പ്രവർത്തന പരിചയവും, മറ്റ് 2 പേരെ അപേക്ഷിച്ച് സംഘടനാ പ്രവർത്തന പരിചയവും ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിയും മറ്റുമായിരുന്ന ദീപ്തി മേരി വർഗീസിനാണ് സാധ്യത കൂടുതലെന്ന് കൗൺസിലർമാരിൽ, അല്ലെങ്കിൽ UDF ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ അത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തത കൈവന്നിട്ടില്ല. ലത്തീൻ സഭയുടെ നിർദ്ദേശമനുസരിച്ച് VK മിനിമോളിനും ഷൈനി മാത്യുവിനാണ് സാധ്യത. ഷൈനി മാത്യു കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് സീറ്റിനായി, ഒരു പേയ്മെൻറ്റ് സീറ്റിനായി മുന്നോട്ട് വന്നിരുന്നു എന്ന രീതിയിലുള്ള പ്രചരണം അക്കാലത്ത് നടന്നിരുന്നു. ആ ക്ലെയിം ഇത്തവണ ഷൈനി മാത്യു വീണ്ടും ഉന്നയിക്കുകയാണെങ്കിൽ ഷൈനി മാത്യുവിനെ തന്നെ മേയറാക്കേണ്ട ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇവർ 3 പേരിൽ ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തന പരിചയവും ഒപ്പം തന്നെ ഉന്നത നേതാക്കളുമായുള്ള അടുപ്പം പുലർത്തുന്ന നേതാക്കളുമായുള്ള ബന്ധവും മറ്റും നോക്കുമ്പോൾ ദീപ്തി മേരി വർഗീസ് തന്നെയാണ് മേയറാകാനുള്ള ഏറ്റവും ഉചിതമായ വ്യക്തി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വ്യക്തത അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.